ഡോക്ടറും കനിയും വൈകിട്ട് നേരെ സച്ചിയുടെ വീട്ടിൽ വരുമോ അതോ എല്ലാരും കൂടെ ഒരുമിച്ച് പോകാന്നാണോ അളിയ? നിവിയെ കൂട്ടാൻ വന്ന അഭി നിരഞ്ജനോട് തിരക്കി. അവര് രണ്ടാളും ഇവിടെ വരും. ഇവിടെ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് വീട്ടിലേക്ക് വരാം. സച്ചിയുടെ വീട്ടിലേക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോകാം. ജിത്തുവേട്ടാ, ഞാനങ്ങ് വരില്ലായിരുന്നോ? എന്തിനാ ഈ തിരക്കിനിടെ ഓടിപ്പാഞ്ഞു വന്നത്? പുറത്ത് അബിയുടെ ഒച്ച കെട്ടി ഇറങ്ങി വന്ന നിവി അവർക്കടുത്തേക്ക് വന്ന് നിന്നിട്ട് തിരക്കി. നീ ഒറ്റയ്ക്ക് വരുന്നത് അമ്മയ്ക്ക് സങ്കടം, അതുകൊണ്ടാണ് ഞാനിപ്പോ തന്നെ ഓടി വന്നത്. കുഞ്ഞൊരു കെറുവോടെ അബി പറഞ്ഞു. എന്നാ പിന്നെ പോവാം. വേദൂട്ടി വരുന്നുണ്ടോ? സാരി ഒതുക്കി പിടിച്ചുകൊണ്ട് നിവി ചോദിച്ചു. മോള് വരുന്നില്ല, വൈകിട്ട് ഞങ്ങൾ അങ്ങ് വന്നേക്കാം. അല്ലടാ, തന്റെ അടുത്ത് പുഞ്ചിരിയോടെ ഇരിക്കുന്ന വേദിനോട് നിരഞ്ജൻ തിരക്കി. ആഹാ, ഞങ്ങള് നാലാളും കൂടെ കുറെ കഴിഞ്ഞു വന്നേക്കാം അമ്മായി. നിരഞ്ജന്റെ ചുമരിൽ ചാഞ്ഞിരുന്നോണ്ട് വേദു പറഞ്ഞു. അല്ല, ആര്യവിടെ? അവിടെ എങ്ങും അവളെ കളഞ്ഞിട്ടാണ് അഭി ചോദിച്ചത്. ഞാൻ ഇവിടെയുണ്ട് അഭി. അഭിക്കുള്ള നാരങ്ങ വെള്ളവുമായി വന്ന ആര്യ നേർത്തൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. ക്ലാസ് തന്നെ ഏൽപ്പിച്ച് അടുത്തു വന്നിരുന്ന ആര്യയുടെ മുഖത്തെ ചെറുചിരി അബിയുടെ ഉള്ളിടം തണുപ്പിച്ചു. അബിയുടെ മുഖത്തും തെളിഞ്ഞ ആശ്വാസഭാവം കാണി ആര്യ അവനെ നോക്കി കണ്ണൊന്ന് ചിമ്മി. സച്ചിയുടെ വീട്ടിലേക്ക് വൈകിട്ട് എല്ലാരും ഒരുമിച്ചാണ് പോകുന്നത്. അവിടെ സച്ചിക്കും അഞ്ജുനും ഗിഫ്റ്റായി നിറഞ്ഞന്റെ വകയിൽ ഒരു ബൈക്കാണ് കൊടുത്തത്. അതും അഞ്ജു നിവിയും കൂടെ എപ്പോഴോ പറഞ്ഞു കേട്ട ഡ്യൂക്ക് 390 കമ്പനിയിൽ നിന്ന് നീട്ട് സച്ചിയുടെ വീട്ടിൽ എത്തിക്കുകയായിരുന്നു. അത് കണ്ടതോടെ അഞ്ജുവിന്റെ കണ്ണൊക്കെ നിറഞ്ഞുപോയി. അബിക്ക് സച്ചിക്കും വല്ലായ്മ തോന്നി. അളിയ, എന്താ ഇതൊക്കെ? ആവശ്യത്തിലധികം സ്വർണ്ണം നിവിയും വാങ്ങി കൊടുത്തിട്ടുണ്ട്, പിന്നിപ്പോ ഇതുകൂടെ? ആ വല്ലായ്മയുടെ തന്നെ അഭി ചോദിച്ചു. അഞ്ച് എന്റെ കൂടെ അനിയത്തിയല്ലേ, അവൾക്ക് ഞാനായിട്ടൊന്നും കൊടുത്തില്ല. ഇതിപ്പോ അവർക്ക് രണ്ടാൾക്കുമായിട്ട് എന്റെ ഒരു സമ്മാനം, അത്രയുള്ളൂ. അതിന് നിങ്ങളെങ്ങനെ വിഷമിച്ച് നിൽക്കണ്ട. അഭിയെ സച്ചയം ചേർത്ത് പിടിച്ചുകൊണ്ട് നിരഞ്ജൻ പറഞ്ഞു. എങ്കിലും അഭി വിഷമത്തിൽ നിരഞ്ജനെ നോക്കി. എങ്കിലും ഒന്നുമില്ല, ഒന്ന് പോയടാ. നിനക്കും ഒന്ന് വാങ്ങിത്തരാൻ നീ സമ്മതിക്കില്ല. എന്റെ അനീതിക്ക് കൊടുത്തിന് നീ കണ്ണു നിറയ്ക്കണ്ട. അബിയുടെ കവിളൊന്ന് തട്ടിക്കൊണ്ട് നിരഞ്ജൻ പറഞ്ഞു. പിന്നീട് അബിയൊന്നും പറഞ്ഞില്ല. ഒടുവിൽ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ചു നേരം എല്ലാരും കൂടെ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് പോകാനിറങ്ങുമ്പോൾ രാത്രിയായിരുന്നു. വിനയും കനിയും കനിയുടെ വീട്ടിലേക്ക് പോകേണ്ടതുകൊണ്ട് അല്പം നേരത്തെ പോയിരുന്നു. തിരികെ പോകുമ്പോൾ മാങ്കിലത്തിൽ ഇറങ്ങണമെന്ന് നിവി പറഞ്ഞുകൊണ്ട് എല്ലാരും കൂടെ നിരഞ്ജന്റെ കാറിലാണ് തിരികെ പോകുന്നത്. ഇന്നിവിടെ നിൽക്കാം ആന്റി, ഇന്നിനി രാത്രി അങ്ങോട്ട് പോയിട്ട് അത്യാവശ്യം ഒന്നുമില്ലല്ലോ. കാറിലിരുന്ന് ഉറങ്ങിപ്പോയ വേദുവിനെ തന്റെ മുറിയിൽ കൊണ്ടുപോയി കിടത്തിയിട്ട് വന്ന നിരഞ്ജൻ പറഞ്ഞു. അവൻ പറയുന്ന കേൾക്കെ ആര്യയ്ക്ക് സന്തോഷം തോന്നി. അത് വേണ്ട ഏട്ടാ, ഞാൻ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞത് ചേച്ചിക്ക് അല്പനേരം ഒരു കൂട്ടായിക്കോട്ടെ എന്ന് കരുതിയാണ്. ഞങ്ങൾ എത്തിരി കഴിയുമ്പോ വീട്ടിലേക്ക് പോകും. അഭിയോ രാധിക എന്തെങ്കിലും പറയും മുൻപ് നിരഞ്ജന്റെ കവിളുന്ന് വലിച്ചു വിട്ടിട്ട് പറഞ്ഞു നിവി. അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ എന്റെ കുഞ്ഞെ? ഏട്ടന്റെ കുഞ്ഞെ, ഇന്നിവിടെ നിൽക്കടാ. നിവിയെ പൊതിഞ്ഞു പിടിച്ച് നെഞ്ചോട് ചേർത്തുകൊണ്ട് നിരഞ്ജൻ പറഞ്ഞു. ഇന്ന് എന്തായാലും നിൽക്കില്ല. ഇവിടെ എനിക്ക് ഇച്ചിരി ജോലിയുണ്ട്, അത് കഴിഞ്ഞ് ഞങ്ങൾ പോകും. പിന്നീട് എപ്പോ വേണേലും വരാലോ. നിരഞ്ജനെ നോക്കി കണ്ണെന്ന് ചിമ്മി ചിരിച്ചുകൊണ്ട് ആര്യയുടെ കൈയും പിടിച്ച് തന്റെ മുറിയിലേക്ക് പോയി. ആര്യ, നിന്റെ ഏട്ടൻ ഇത്രയും പറഞ്ഞിട്ട് നീ എന്താ മോളെ ഇവിടെ നിൽക്കാതെ പോകുന്നത്? മുറിയിലെത്തിയതും ആര്യ തിരക്കി. അയ്യോ, വേറെ ഒന്നുമില്ല എന്റെ ചേച്ചി പെണ്ണെ, പാവല്ലേ എന്റെ ജിത്തുവേട്ടൻ. ഞാൻ എന്റെ ജിത്തുവേട്ടന്റെ കൂടെ കുറച്ചു നേരം ഇരുന്നിട്ട് എത്ര ദിവസമായെന്നോ. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ അങ്ങ് പോവാം. നാളെ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് ചേച്ചിയും ഏട്ടനും വേദൂട്ടിയും ശാരദമ്മയും കൂട്ടി അങ്ങോട്ട് വന്നേക്ക്. ഇപ്പൊ എന്റെ ചേച്ചി പെണ്ണ് വായു, ഞാൻ ഏട്ടന്റെ മുറിയിലേക്ക് ആക്കി തരാം. ആര്യയുടെ കണ്ണിൽ നിന്ന് വിടർന്ന കൺമഷി വൃത്തിയാക്കി കൊടുത്ത് തലയിലെ പൂവൊക്കെ ഒന്നോടെ ഒന്ന് പിടിച്ചു വെച്ചിട്ട് ഒക്കെയാണ് നേവി പറഞ്ഞത്. നീവിയുടെ സംസാരത്തിൽ നിറഞ്ഞു നിന്ന അബിയോടുള്ള സ്നേഹം സന്തോഷത്തോടെ കേട്ടു നിലക്കെ പെട്ടെന്നവൾ പറഞ്ഞതും ആര്യ ഒരു പിടച്ചിലൂടെ മുഖമുയർത്തി അവളെ നിന്ന് നോക്കി. എനിക്കറിയാം നിങ്ങൾക്ക് രണ്ടാൾക്കും കഴിഞ്ഞ ജീവിതത്തിലെ കൈവ് പെട്ടെന്നൊന്നും മറക്കാൻ കഴിയില്ലെന്ന്. എങ്കിലും ഒരുമിച്ചൊരു വീട്ടിൽ ഒരു മുറിയിൽ കഴിയുമ്പോൾ ഇപ്പോഴുള്ള ഈ അകലം കുറയും. അതുകൊണ്ട് ഇന്നു മുതൽ എന്റെ ചേച്ചിപ്പെണ്ണ് ഏട്ടന്റെ മുറിയിൽ തന്നെ കഴിയണം. എനിക്ക് നിങ്ങൾ രണ്ടാളെയും അത്രയും ലോകപരിചയോ ജീവിത പരിചയമോ ഇല്ല. ഞാൻ ചേച്ചിയെ ഉപദേശിച്ചതല്ല, എന്റെ ബുദ്ധിയിൽ തോന്നിയ കാര്യം പറഞ്ഞതാണ് കേട്ടോ. ആരെയും ചുറ്റിപ്പിടിച്ച് കവളിൽ ഉമ്മ വെച്ച് പറഞ്ഞിട്ട് ഒന്നും മിണ്ടാതെ ആലോചനയോടെ നിന്ന അവളെയും കൂട്ടി ഹാളിലേക്ക് വന്നു. ജിത്തുവേട്ടാ, നമുക്ക് പോവാം. ആന്റിയെ കുട്ടി പുറത്തേക്ക് ഇറങ്ങിക്കോ. തന്റെ കയ്യിൽ മുറുക്കി പിടിച്ചു നിൽക്കുന്ന ആര്യൊന്ന് നോക്കിയിട്ട് ജിത്തുവിനെയും രാധികയും നോക്കി കണ്ണ് കാണിച്ചുകൊണ്ട് നിവി പറഞ്ഞു. കാര്യം കൃത്യമായി മനസ്സിലായി. എങ്കിലും രണ്ടാളും നിരഞ്ജനോടും ശാരദമ്മയോടും രാവിലെ അങ്ങ് എത്തണമെന്ന് ഒന്നുകൂടെ പറഞ്ഞേൽപ്പിച്ചിട്ട് ആര്യൊന്ന് നോക്കിയിട്ട് അബി രാധികയും സീറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി നിന്നു. അവർക്കൊപ്പം ചെന്ന് ശാരദാമ്മയും. നിവി ആര്യയുമായി നിരഞ്ജന്റെ അടുത്തേക്ക് വന്നു. വായേട്ടാ, നേരെ ഒരു പാടായി പോയി കിടന്നേ രണ്ടാളും. വരൂ, ഒറ്റയ്ക്ക് കിടക്കുവല്ലേ? ഇടയ്ക്കുണർന്നാ അവൾ പേടിക്കും. ആദ്യമായിട്ടല്ലേ അവളിവിടെ. നിരഞ്ജന്റെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് നിവി പറഞ്ഞു. ഞങ്ങൾ മുറിയിലേക്ക് പൊയ്ക്കോളാം. ഈ രാത്രി ഇനി നിങ്ങൾ നടന്നു പോകാൻ നിൽക്കണ്ട, കാർ എടുത്ത് വേണം പോകാൻ.
നിരഞ്ജൻ ഇരുന്നിടത്തുനിന്നും എഴുന്നേറ്റ് നിവിയെ തന്നെ ഒരു നിമിഷം നോക്കി. പിന്നെ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് തലോടിക്കൊണ്ട് പറഞ്ഞു. നിവി അതിൽ നിന്ന് നേർത്തൊന്നും മൂളി. അവളുടെ മനസ്സ് എന്തെന്ന്, ആ മനസ്സിൽ ഇപ്പൊ എന്താകും നിറഞ്ഞു നിൽക്കുന്നത് എന്നൊക്കെ അവളെക്കാൾ നന്നായി അറിയുന്ന നിരഞ്ജൻ ഒന്നും പറയാതെ ആ നെറുകിലൊന്നും മുത്തി നിവിയെ അടർത്തി മാറ്റി. ആര്യയുടെ കൈ പിടിച്ച് മുറിയിലേക്ക് കയറി. ഇനി നമുക്ക് പോയാലോ? ശാരദാമ്മേ, അകത്ത് കയറി വാതിലടച്ചോട്ടാ. അവർ മുറിക്കുള്ളിൽ കയറിയതും ഇളം ചീരിയോടെ സീറ്റോളിലേക്ക് ഇറങ്ങി വന്നവൾ പറഞ്ഞു. ഇനിയിപ്പോ രാത്രി പോണോ മോളെ? ചോദിക്കുമ്പോൾ ശാരദമ്മയുടെ നെഞ്ചിൽ നിവിയോടുള്ള സ്നേഹം വിങ്ങി. ഇന്നെനിക്ക് പോണം ശാരദാമ്മേ. ഒരിക്കൽ ഞാനൊരു തെറ്റ് ചെയ്തു. എന്റെ ഏട്ടന്റെ ആദ്യ വിവാഹം രാത്രിയിൽ ഞാൻ അവർക്കൊപ്പം അവിടെ റൂമിൽ കൂടി. അച്ഛൻ എന്നെ വഴക്ക് പറഞ്ഞെങ്കിലും ഞാൻ കരഞ്ഞതോടെ ഏട്ടൻ എന്നെ അവർക്കൊപ്പം കൂട്ടി. അത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു ദിവസമാണെന്നോ അത് എന്റെ വാശി കൊണ്ട് അവർക്ക് നഷ്ടമായെന്നോ എനിക്കറിയില്ലായിരുന്നു. അതെനിക്ക് മനസ്സിലായത് എന്നോടുള്ള അവരുടെ ദേഷ്യത്തിന്റെ കാരണം ആ സ്ത്രീ പറഞ്ഞപ്പോഴാണ്. അതാണ് അവർക്ക് ഞങ്ങളെ ഒഴിവാക്കി ഏട്ടനെ തനിച്ച് കിട്ടണമെന്ന് ആഗ്രഹിക്കാനുള്ള ആദ്യത്തെ കാരണം. ഞാൻ ആ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. അന്നു മുതൽ ഈ ദിവസത്തിനായുള്ള കാത്തിരിപ്പിലായിരുന്നു ഞാൻ. എന്റെ ഏട്ടനോ ആരീച്ചിക്കോ ഞാനിവിടെ നിൽക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ഇന്ന് ഞങ്ങൾ ഇവിടെ നിന്നാൽ അവരുടെ വർത്തമാനം പറഞ്ഞ് ഞങ്ങൾക്കൊപ്പം കൂടും. അത് വേണ്ട. അവർ ഒരുമിച്ചിരുന്ന് സംസാരിച്ച് രണ്ടാളും തമ്മിലുള്ള അകലം മാറ്റട്ടെ. ചിരിയോടെയാണ് നിവി പറഞ്ഞതെങ്കിലും അവളുടെ ഉള്ളിലെ വിഷമം കൊണ്ടാവണം അവളുടെ കണ്ണുകളും മുഖവും ചുവന്നു. നിവി, എന്താടാ? അഭിയോളം ചേർത്ത് പിടിച്ചോണ്ട് വിളിച്ചു. ഒന്നുമില്ല എന്റെ ചിത്തുവേട്ട, നമുക്ക് പോവാം. എനിക്ക് ഉറക്കം വരുന്നുണ്ട്. സങ്കടമോ ദേഷ്യമോ ഒക്കെ കൊണ്ട് നിറയാൻ വെമ്പുന്ന കണ്ണുകളെ അടക്കി നിർത്തിക്കൊണ്ട് അവൾ ചോദിച്ചതും അവൾക്കൊപ്പം ഇറങ്ങി രാധികയും അഭിയും. നിങ്ങൾക്ക് ഇനി കുടിക്കാനോ കഴിക്കാനോ എന്തെങ്കിലും വേണോ പിള്ളേരെ? വാതിൽ തുറന്ന് വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ രാധിക രണ്ടാളോടുമായി തിരക്കി. എനിക്കൊന്നും വേണ്ട ആന്റി, നമ്മൾ അവിടുന്ന് കഴിച്ചതല്ലേ. ഇന്നൊന്ന് കിടന്നാ മതി. വല്ലാത്ത ക്ഷീണം, കണ്ണൊക്കെ അടഞ്ഞു പോകുന്നു. അവൾക്ക് പിന്നാലെ വന്ന നിവി പറഞ്ഞു. നേരെ ചെവിയൊന്നും കഴിക്കാതെ ഈ ഓട്ടല്ലേ? ഒന്നാമതെ ആരോഗ്യമില്ല. അപ്പൊ സമയത്തിന് ആഹാരം കൂടെ കഴിക്കാതിരുന്നാലോ? നാളെ ആവട്ടെ, നിന്നൊന്ന് ശരിയാക്കി എടുക്കാനുണ്ട്. താക്കോൽ ചുവരിലെ ഹുക്കിൽ തൂക്കിയിട്ടുകൊണ്ട് പറഞ്ഞു രാധിക. എനിക്കങ്ങനെ കുഴപ്പമൊന്നുമില്ല ആന്റി. ഈ ഓട്ടപ്പാച്ചിലിന്റെ ഒരു ക്ഷീണം അത്രയുള്ളൂ. കാർ ഒതുക്കിയിട്ടിട്ട് അതിന്റെ ചാവിയും തൂക്കിയിട്ടിട്ട് മുൻവാതിലും അടച്ച് കുറ്റിയിട്ട് ലൈറ്റും കെടുത്തിയിട്ട് വന്ന അടുത്തുനിന്ന് അവിടെ കയ്യിൽ തോങ്ങി ചുമലിൽ ചാഞ്ഞിന്നുകൊണ്ട് നിവി പറഞ്ഞു. ആ ആയിക്കോട്ടെ, ഇപ്പൊ ചെന്ന് മേല് കഴുകി കിടക്കാൻ നോക്ക്. ബാക്കിയൊക്കെ നാളെ ഞാൻ പോയി കിടക്കട്ടെ. ആകെ ഒരു ക്ഷീണമായിപ്പോയി. രണ്ടാളെ നോക്കി പറഞ്ഞിട്ട് രാധിക അവിടെ റൂമിലേക്ക് കയറി വാതിൽ ചാരി. നിവി ഒന്നും മിണ്ടാതെ അവിടെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെച്ചു നിന്നു. എന്താ നിവി, എന്തു പറ്റി? അവളുടെ മുഖം പിടിച്ചുയർത്താൻ ശ്രമിച്ചിട്ട് അഭി തിരക്കി. അറിയില്ല ചിത്തുവേട്ടാ. അറിയാതെ എന്റെ കണ്ണൊക്കെ നിറയുക. നിറഞ്ഞ കണ്ണുകൾ അവനിൽ ഒളിപ്പിക്കാൻ എന്ന പോലെ അവന്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി വെച്ച് നിന്നു അവൾ. എന്റെ നിവിക്കുഞ്ഞിന് എന്ത് സങ്കടമായാലും ജിത്തുവേട്ടനോട് പറഞ്ഞൂടെ? ചോദിച്ചുകൊണ്ടവൻ അവളെ ഇരു കയ്യിലുമായി കോരിയെടുത്ത് റൂമിലേക്ക് നടന്നു. പറയാനും മാത്രമുള്ള സങ്കടമൊന്നും എനിക്കില്ല. ഇതിപ്പോ വിഷമമാണോ സന്തോഷമാണോ എന്നൊന്നും എനിക്കറിയില്ല ചിത്തുവേട്ട. പക്ഷെ എന്റെ കണ്ണും നിറയുന്നു. അതുപോലെ നല്ലോണം ഉറക്കവും വരുന്നുണ്ട്. അബിയുടെ കഴുത്തിലൂടെ കൈ ചുറ്റി അവന്റെ കൈകളിൽ കുഞ്ഞുങ്ങളെ പോലെ കിടന്നാണ് പറയുന്നത്. അതിനെന്താ, എന്റെ നിവിച്ചെന്ന് ഒന്ന് ഫ്രഷ് ആയിട്ട് വന്ന് കിടന്നുറങ്ങിക്കോ. അവളെ ബാത്റൂമിന് അടുത്ത് കൊണ്ടുവന്ന് നിലത്ത് നിർത്തിക്കൊണ്ട് അബി പറഞ്ഞു. എനിക്ക് കുളിക്കണ്ട ചിത്തുവേട്ട, ഉറങ്ങിയാ മതി. പെണ്ണൊരു കൊഞ്ചലോടെ പറഞ്ഞുകൊണ്ട് വീണ്ടും അവന്റെ നെഞ്ചോടൊട്ടി. അത് പറ്റില്ല, കുളിക്കാണ്ട് മേല് കഴുകി വായോ. അപ്പൊ കുറച്ച് ക്ഷീണമൊക്കെ അങ്ങ് പോകും. അവളെ നെറ്റിയിൽ മുത്തിക്കൊണ്ട് പറയുമ്പോൾ അബിക്ക് ആ പെണ്ണിനെ വല്ലാതെ പ്രണയിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു. ഉറപ്പായും മേല് കഴുകണം ചിത്തുവേട്ടാ. ചുണ്ടു ചുളുക്കിക്കൊണ്ട് അവൾ അവനെ നോക്കി. വേണം, എന്നാൽ ഈ ക്ഷീണമൊക്കെ മാറുള്ളൂ. നീ ബാത്റൂമിലേക്ക് കയറിക്കോ. മാറാനുള്ള തുണിക്ക് ഞാൻ എടുത്തു തരാം. കൂടുതൽ താളം ചവിട്ടിയാൽ എന്റെ നിവിക്കുഞ്ഞിനെ ഇന്നുറങ്ങാൻ വീട്ടിലെ ചിത്തൂട്ടൻ. ചുളുക്കി പിടിച്ച ആ ചുണ്ടെന്ന് കടിച്ചുവിട്ട് അവളെ കവൾ തലോടിക്കൊണ്ട് അവൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. എനിക്ക് തീരെ വയ്യാത്തതല്ലേ ചിത്തുവേട്ടാ. പെണ്ണ് വീണ്ടും നിന്ന് ചിണങ്ങി. അതാണ് പറഞ്ഞ് ചെന്ന് മേല് കഴുകി വരാൻ. അവളെ തലയിൽ വെച്ചിരുന്ന മുല്ലപ്പൂവ് എടുത്ത് മാറ്റിയിട്ട് അവൻ പറഞ്ഞു. പിന്നെ എതിരൊന്നും പറയാൻ നിൽക്കാതെ നിവി മേല് കഴുകാനായി കയറി. ആര്യ കിടക്കുന്നില്ലേ? കുറച്ചു നേരം ആയില്ലേ അവിടെ പോയി നിൽക്കുന്നു? തനിക്കെന്നെ പേടിയാണോളൂ? കുറച്ചു നേരമായി ജനാലയുടെ അടുത്ത് മാറിന്ന് കൈവിരൽ പിണച്ചും മഴിച്ചും എന്തോ ആലോചിക്കുന്നവളെ നോക്കി ബെഡിൽ കിടക്കുകയായിരുന്ന നിരഞ്ജൻ ചോദിച്ചു. ഞാൻ കിടക്കാം. ആര്യ അവനെ നോക്കി മെല്ലെ പറഞ്ഞു. എന്നാ വന്നു കിടന്നു. മോൾ ഉണർന്നാ തന്നെയാകും നോക്കാം. അതുമല്ല ക്ഷീണം തോന്നില്ല തനിക്ക്? കയ്യിലിരുന്ന ഫോൺ മാറ്റി വെച്ചിട്ട് നിരഞ്ജൻ ചോദിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. രഞ്ജു ചേട്ടന് കാലുവേദന ഉണ്ടോ? ചൂട് പിടിക്കുവോ മറ്റോ വേണോ? മുൻപ് എപ്പോഴോ വേദ് പറഞ്ഞ ഓർമ്മയിൽ മടിച്ചാണ് ആര്യ ചോദിച്ചത്. കുഴപ്പമില്ലടോ, ചെറിയൊരു നീരും തരിപ്പുണ്ട്. അത് മാറാനുള്ള മരുന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട്. താൻ ആ ലൈറ്റ് ഓഫ് ചെയ്ത് വന്ന് കിടക്കാൻ നോക്ക്. ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ കിടന്നോട്ടെ കേട്ടോ. നേർത്തൊരു ചിരിയോടെ പറഞ്ഞു നിരഞ്ജൻ.
ആരും മെല്ലെന്ന് മൂടിക്കൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്ത് വേദമുള്ളേ മറുവശം വന്ന് കിടന്നു. വേദുവിന് ഇരുവശവും ഉറക്കം വരാതെ കിടന്ന രണ്ടാളുടെയും മനസ്സിൽ ഒരുപോലെ ആ നിമിഷം നിറഞ്ഞത് അവിടെ കഴിഞ്ഞ കാല ജീവിതം തന്നെയായിരുന്നു. ഫ്രഷായി അബി എടുത്തു കൊടുത്ത ഒരു ഫ്രോക്കുമിട്ട് നിവി ഇറങ്ങി വന്നതും അവളുടെ കയ്യിൽ നിന്ന് തോർത്ത് വാങ്ങി അബി. നിവി കിടന്നോ കേട്ടോ, ഞാനിപ്പോ വരാം പറഞ്ഞിട്ട് കുളിക്കാൻ കയറിയവൻ തിരികെ ഇറങ്ങുമ്പോൾ നിവി ഉറങ്ങിയതും തോർത്ത് കുടഞ്ഞ് ചേറിൽ വിരിച്ചിട്ട് മുടിയെന്ന് കൈകൊണ്ട് ഒതുക്കി വെച്ച് അവൻ നേരെ വന്ന് നിവിക്കടുത്ത് ബെഡിലിരുന്നു. എന്തിനാടി നീ എന്നെയും എന്റെ വീട്ടുകാരെയും ഇത്രയും സ്നേഹിക്കുന്നത്? ഇതിനൊക്കെ ഞങ്ങൾക്ക് അർഹതയുണ്ടോ നിവി? നിന്നോട് എനിക്ക് വല്ലാത്തൊരു സ്നേഹം തോന്നുപെണേ. നിന്നെ ഒന്നാകെ വിഴുങ്ങിക്കളയാനുള്ള ഇഷ്ടം. അവള് നെറുകിൽ തഴുകി പറഞ്ഞുകൊണ്ട് കവളിൽ മൃദുവായി ചുംബിച്ച അവൻ കണ്ണുകളടച്ച് ശാന്തമായി ഉറങ്ങുന്നവളെ കണ്ണിമ ചിമ്മാതെ നോക്കിയിരുന്നു ഉറക്കം വരുവോളം. നീ ഇത് ആരെയാണ് വിളിക്കുന്നത് വൈഷു? കുറച്ചു നേരമായാലോ ഈ വിള തുടങ്ങിയിട്ട്? ആരെ വിളിച്ചിട്ട് കിട്ടാത്ത ദേഷ്യത്തിൽ ഫോൺ ബെഡിലേക്കിട്ട് വൈഷ്ണവിയോട് അതിൽ തെളിഞ്ഞുന്ന പ്രവി എന്ന പേര് വ്യക്തമായി കണ്ട വിനോദിനി ദേഷ്യത്തോടെ ചോദിച്ചു. ഞാൻ ആരെ വിളിക്കുന്നു, എന്തിനെ വിളിക്കുന്നു, ആരോട് സംസാരിക്കുന്നു എന്നൊക്കെ എന്തിനാ അമ്മ ചോദിക്കുന്നത്? മനുഷ്യന് ഒരു സ്വാതന്ത്ര്യമോ സ്വസ്ഥതയോ തരരുത്, പിന്നാലെ നടന്നോണം. ഇതിനൊക്കെ തീറ്റിപ്പോരുന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ. വൈഷ്ണവി സ്വയം തലയ്ക്ക് തട്ടിക്കൊണ്ട് കരയോടെ പറഞ്ഞു. നീ അങ്ങനെ വിളിക്കുന്നത് ആര്യയുടെ കാര്യം പറയാനാണോ? എങ്കിൽ അത് വേണ്ട വൈഷു. അവർ തമ്മിൽ ഇപ്പോൾ യാതൊരു ബന്ധവും ഇല്ലെന്ന് കൂടെ നീ ഓർക്കണം. അതുമല്ല, അവനിപ്പോ അവന്റെ കാര്യം നോക്കി ജീവിക്കുകയാണ്. നീ വെറുതെ ഓരോന്നും പറഞ്ഞ് വീണ്ടും അവനെ ഓരോ പ്രശ്നത്തിലേക്ക് വലിച്ചിടരുത്. തന്നെ തുറച്ചു നോക്കി നിൽക്കുന്നവരോട് പറഞ്ഞിട്ട് അവിടെ മറുപടിക്ക് കാക്കാതെ അവർ മുറിയിൽ നിന്ന് മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. അവർ മുറിയിൽ നിന്നും ഇറങ്ങിയതും ദേഷ്യത്തോടെ വാതിൽ വലിച്ചടച്ച ശേഷം വീണ്ടും ഫോൺ പ്രവീണിന്റെ നമ്പറിലേക്ക് വിളിക്കാൻ ശ്രമിച്ചു വൈഷ്ണവി. പലതവണ ആകാശിന്റെ വീട്ടിൽ കയറി പറ്റാൻ വൈഷ്ണവി ശ്രമിച്ചതിന്റെ ഫലമായി വിനോദിനിക്ക് കൂടെ അവിടെ നിന്നും ഇറങ്ങേണ്ടി വന്നു. അതോടെ ആകാശ് അവന്റെ അച്ഛനെയും അമ്മയും കൂടെ ആദ്യം ബാംഗ്ലൂർക്കും അവിടുന്ന് മൂവരും കൂടെ കാനഡയ്ക്കും പോയി. ഇപ്പൊ വൈഷ്ണവിയുടെ വായിൽ നിന്ന് വരുന്നതൊക്കെ കേട്ട് അവളുടെ വാടക വീട്ടിൽ കഴിയേണ്ട അവസ്ഥയാണ് വിനോദിനിക്ക്. പണ്ട് ആര്യ പറഞ്ഞതും ചെയ്തതും ഒക്കെ സ്വന്തം മകൾ തിരിച്ചു തരുന്നു. ചെയ്തു പോയ പാപങ്ങൾക്കൊന്നും പരിഹാരം ചെയ്യാനും തനിക്കിനി കഴിയില്ലല്ലോ എന്നോർത്ത് തന്റെ മുറിയിലെ ചെറിയ ബെഡിൽ ചുരുണ്ടുകൂടി കിടന്നു കണ്ണുനീർ വാർത്തു വിനോദിനി. സുഖമായി മൂടി പൊതിച്ച് ചുരുണ്ടുകൂടി കിടക്കുന്നവളുടെ നെറ്റിയിൽ ചുണ്ടെന്ന് ചേർത്ത് ഒന്നുകൂടെ പുതപ്പിച്ചു കൊടുത്തിട്ട് മെല്ലെ എഴുന്നേറ്റ് അബി ഒന്ന് ഫ്രഷായി നേരെ അടുക്കളയിലേക്കാണ് വന്നത്. കൊച്ചെവിടെ അബി? ഉണർന്നില്ലേ അവള്? അവനെ കണ്ടതും രാധിക തിരക്കി. ഇല്ല, നല്ല ഉറക്കത്തിലാണ് കക്ഷി, ഞാൻ വിളിച്ചില്ല, ഇത്തിരി നേരം കൂടെ കിടക്കട്ടെ പറഞ്ഞുകൊണ്ട് അവർ ഉണ്ടാക്കി വെച്ചിരുന്ന കട്ടൻ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുത്തു. കിടക്കട്ടെ, നല്ലോണൊന്ന് ഉറങ്ങി എഴുന്നേൽക്കട്ടെ. അവൾക്ക് എന്തൊക്കെയോ വയ്യാകിയുണ്ട് അബി. വൈകിട്ട് വരെ ഒന്ന് നോക്കിയിട്ട് ഒന്ന് ഹോസ്പിറ്റലിൽ പോണം കൊച്ചിനെ. തന്റെ മനസ്സിൽ തോന്നിയ സംശയം ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. രാവിലത്തെ കാപ്പിക്കുള്ള കടലക്കറി അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചുകൊണ്ട് ഓരോന്നും പറയുന്ന രാധികത്തിനെ നോക്കിന്ന് കട്ടൻ കൊഴിച്ചു അബി. ഞാൻ പറഞ്ഞത് വരുത് നീ ശ്രദ്ധിച്ചടച്ചക്ക. അമ്മ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. ഇന്ന് ക്ഷീണമുണ്ടെങ്കിൽ വൈകിട്ടോ നാളെയോ അമ്മയുടെ പൊന്നുമോളെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോരെ? രാധികയുടെ കവിളിൽ നിന്ന് കിള്ളിക്കൊണ്ട് കുറുമ്പോടെ പറഞ്ഞു അബി. കളിയാക്കാതെ ഒന്ന് പോടച്ചെറുക്ക. അവളെന്റെ പൊന്നുമോളെ തന്നെയാണ്. ഇപ്പോൾ ഈ വീടിന്റെ ഐശ്വര്യം പോലും അവളാണ്. മറ്റേതൊരു പെൺകുട്ടിയാണെങ്കിലും നിന്നെ സ്നേഹിക്കും. പക്ഷേ എന്റെ മോള് നിനക്കൊപ്പം തന്നെ ഞങ്ങളെയും ചേർത്ത് പിടിച്ചു ഈ കുടുംബത്തെ അവളുടെ കുടുംബമായി കണ്ടു. നിങ്ങൾക്കൊരു മൂത്ത സഹോദരനായി തന്നെ രഞ്ജുമോനെയും തന്നു. എനിക്കിപ്പോൾ എന്ത് സമാധാനമാണെന്നോ. നാളെ ഒരിക്കൽ ഞാനില്ലാതായാലും എന്റെ മക്കളെ രഞ്ജു ചേർത്ത് പിടിക്കും. നിങ്ങൾ ആരും ഒറ്റപ്പെടില്ല. അതുപോലെ തന്നെ രഞ്ജുവിനോടോ നിവിയോടോ അറിഞ്ഞോ അറിയാതെയോ ചതി ചെയ്യരുത്, വിശ്വാസവഞ്ചന കാണിക്കരുത്. ഞാൻ വളർത്തിയ എന്റെ മക്കൾ അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാം. എങ്കിലും അമ്മ പറഞ്ഞതാണ്. ഈ അമ്മയ്ക്കിത് എന്താ പറ്റിയത്? എന്തൊക്കെയാണ് പറയുന്നത്? നിറ കണ്ണുകളോടെ പറഞ്ഞവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അഭി തിരക്കി. അങ്ങനെയല്ലടാ, ഒരു സമയത്ത് ഒരുത്തിയുടെ ചതി മൂലം ഒരുപാട് അനുഭവിച്ചത് നമ്മൾ. നിന്റെ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ നല്ലൊരു വീടും ജനിച്ചു വളർന്ന സ്ഥലവും വിട്ട് ഒളിച്ച് താമസിക്കും പോലെയാണ് നമ്മൾ ഇവിടെ വന്നത്. ആരെയും തല ഉയർത്തി നോക്കാതെയാണ് കുറച്ചു കാലം നമ്മൾ ജീവിച്ചത്. അന്ന് വയ്യാതെ ആശുപത്രിയിൽ നിന്ന് നിവിമോൾ ഈ വീട്ടിലേക്ക് കയറി വന്നതോടെയാണ് നമ്മുടെ ജീവിതം മാറി മറിഞ്ഞത്. അത് അവൾ കൊണ്ടുവന്ന ഭാഗ്യം തന്നെയാണ്. നിന്നെ വിശ്വസിച്ച രഞ്ജുമോൻ നിവിയെ നിന്നെ ഏൽപ്പിച്ചില്ലേ? പിന്നെ തകർന്നു പോയെന്ന് നമ്മൾ കരുതിയ ആര്യയുടെ ജീവിതം, വേദമുള്ള ഭാവി ഒക്കെ രഞ്ജുമോന്റെ കയ്യിൽ ഭദ്രാണ്. ഇതൊന്നും ജീവനുള്ള കാലത്തോളം മറക്കരുതെന്നാണ് അമ്മ പറഞ്ഞത്. അല്ലാതെ നീ വേർന്നും ആലോചിച്ചു കൂട്ടണ്ട. അബിയുടെ മുഖത്തെ വല്ലായ്മ കണ്ട് അവന്റെ കവളിൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് രാധിക പറഞ്ഞു. എനിക്കറിയാം അമ്മ. നിവി, എന്റെ നിവി അവളൊരു നിധിയാണ്, നമുക്ക് കിട്ടിയ വിലയേറിയ മാണിക്യം. അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അബി പറഞ്ഞു. ആ വാക്കുകൾ നിവിയോടുള്ള അളവില്ലാത്ത പ്രണയം വാത്സല്യം നിറഞ്ഞിരുന്നു.